കുത്തനെ മുകളിലേക്ക് പാറകളിൽ കൊത്തിയുണ്ടാക്കിയ ഈ പടികളിലൂടെയാണ് മലകയറ്റം തുടങ്ങുന്നത്. ശിവഭഗവാനെ ആരാധിക്കുന്ന ആശ്രമം പോലെയുള്ള പ്രാർത്ഥനാ മന്ദിരങ്ങൾ ഇവിടെയുണ്ട്. താഴ്വാരം മുതൽ മലയുടെ മുകൾ വരെ യോഗികൾ തപസ്സനുഷ്ഠിച്ചിരുന്ന ചെറിയ ഗുഹകൾ ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ അങ്ങനെയുള്ള ഗുഹകളും അവിടേക്കുള്ള വഴികളും കെട്ടിയടച്ച അവസ്ഥയിലാണ്. പടികൾ കയറിയെത്തുന്നത് പരമാർത്ഥ ലിംഗസ്വാമി ശിവക്ഷേത്രത്തിന് അടുത്താണ്. പാറയ്ക്കുള്ളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അദ്രി മഹർഷിയെ ക്ഷേത്രഗുരുവായി സങ്കല്പിച്ചിരിക്കുന്നു. ഇനി മുന്നോട്ട് യോഗികൾ തപസ്സനുഷ്ഠിക്കുന്ന അനവധി ഗുഹകൾ കാണാൻ കഴിയും. കുറച്ചുകൂടി മുകളിലെത്തി വലതുവശത്തേക്ക് പോയാൽ ഹനുമാൻ സ്വാമിയുടെ അമ്പലമാണ്. കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിന് നേരെ നോക്കിയാണ് അത് നിലകൊള്ളുന്നത്. കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങൾ ഇവിടെ നിന്നും കാണാൻ കഴിയും. 1874 ശുചീന്ദ്രം സ്ഥാണുമാലയ പെരുമാൾ ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയപ്പോൾ ആയില്യം തിരുനാൾ മഹാരാജാവ് ഈ ഹനുമാൻ ക്ഷേത്രവും പുനർനിർമ്മിച്ചു. ഇവിടെ നിന്നും നോക്കുമ്പോൾ ശുചീന്ദ്രം അമ്പലത്തിൻ്റെ ഗോപുരം കാണാൻ കഴിയും. മുന്നിലായി ഒരു വഴിയമ്പലം, അതിന് പിന്നിലായി കുറച്ചുകൂടി ഉയരത്തിൽ ഹനുമാൻ ക്ഷേത്രം. അങ്ങനെയാണ് ഈ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ചുവന്ന അരളിപ്പൂവ്, കർപ്പൂരം, തിരി എന്നിവ ഇവിടെ സമർപ്പണമായി സ്വീകരിക്കില്ല. ശ്രീരാമജയം പേപ്പറിൽ എഴുതി ചുരുളുകളാക്കി അവ കോർത്ത് മാലയായി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കാം. 27, 54, 108, 1008 അങ്ങനെയുള്ള ക്രമത്തിലാണ് ആ ചുരുളുകൾ തയ്യാറാക്കേണ്ടത്. ഇനി മലകയറ്റമാണ്. 2 വലിയ മലകൾക്കിടയിലെ വഴിയിലൂടെ മുകളിലേക്ക് നടന്നു കയറണം. ചെറിയ ചെറിയ പാറക്കല്ലുകളിൽ ചവിട്ടിയാണ് നടക്കേണ്ടത്. മരുത്വാമല രാമായണ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. രാമരാവണ യുദ്ധത്തിലെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ലക്ഷ്മണൻ നാഗാസ്ത്രമേറ്റ് വീഴുന്നത്. ശേഷനാഗത്തിൻ്റെ അവതാരമായ ലക്ഷ്മണനെ ആർക്കും എടുത്ത് ഉയർത്താനായില്ല. ഒടുവിൽ ലക്ഷ്മണനെ യുദ്ധഭൂമിയിൽ നിന്നെടുത്ത് സുരക്ഷിത സ്ഥാനത്തെത്തിച്ചത് ഹനുമാനാണ്. വിഭീഷണൻ്റെ നിർദ്ദേശത്താൽ ലങ്കയിൽ നിന്ന് അസുരവൈദ്യനായ സുശേഷണൻ വന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് മൃതസഞ്ജീവനി കൊണ്ടുവന്നാൽ ലക്ഷ്മണനെ രക്ഷിക്കാനാവും. കൈലാസപർവ്വത നിരകളിലെ ഋഷഭാദ്രി മലയിൽ മാത്രം കണ്ടുവരുന്ന മൃതസഞ്ജീവനി, വിശല്യകരണി, സന്താനകരണി, സുവർണകരണി എന്നീ ഔഷധ സസ്യങ്ങളാണ് അതിനായി വേണ്ടിയിരുന്നത്. അങ്ങനെ ജാംബവാൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒറ്റച്ചാട്ടത്തിന് ഹനുമാൻ മൃതസഞ്ജീവനെ തേടി ഹിമാലയത്തിലെത്തി. അവിടെ എത്തിയ ഹനുമാൻ ഔഷധ സസ്യങ്ങളുടെ പേര് മറന്നത് കാരണം അവ ഏതാണെന്നറിയാതെ ആ ചെടികൾ വളർന്നു നിന്നിരുന്ന ഋഷഭാദ്രി മലയെ അടർത്തി തൻ്റെ കയ്യിലേന്തി ലങ്കയിലേക്ക് മടങ്ങുമ്പോൾ ആ മലയുടെ ഒരു ഭാഗം അടർന്നു വീണുവെന്നും ആ മലയാണ് മരുത്വാമല എന്നുമാണ് വിശ്വാസം. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ചമോലിയിലെ ദ്രോണപർവ്വതമാണ് ഋഷഭാദ്രി മല. കഥ എന്തുതന്നെയായാലും ഇപ്പോഴും അനവധി ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് മരുത്വാമല. മലയുടെ മുകളിൽ നിന്നും 2 പാറകൾക്കിടയിലെ ചെറിയ വിടവിലൂടെ മുന്നോട്ട് പോയാൽ ഒരു ഗുഹയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഒരു സമയം കഷ്ടിച്ച് ഒരാൾക്ക് മാത്രമേ അതിലെ പോകാൻ കഴിയൂ. കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ അറബിക്കടലിൽ നിന്നും വരുന്ന ശക്തമായ തണുത്ത കാറ്റ് നമ്മെ പിന്നിലേക്ക് തള്ളും. ഏതു കാലാവസ്ഥയിലും ഇവിടെ നല്ല തണുപ്പായിരിക്കും. ഈ ഗുഹയ്ക്കുള്ളിലെ പിള്ളത്തടം എന്ന ചെറിയ അറയിലാണ് ശ്രീനാരായണ ഗുരു വർഷങ്ങളോളം താമസിച്ച് തപസ്സനുഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നു. ആ വിശ്വാസം കാരണം നാരായണ ഗുരുവിൻ്റെ ജന്മനക്ഷത്രമായ ചതയം നാളിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇവിടെ മലയിലേക്ക് വരാറുണ്ട്. നാരായണ ഗുരു മാത്രമല്ല, അഗസ്ത്യമുനി, ചട്ടമ്പി സ്വാമികൾ, അയ്യ വൈകുണ്ഠസ്വാമികൾ, അങ്ങനെ അനവധി ഋഷിവര്യന്മാർ ആത്മീയ ചൈതന്യം തിരിച്ചറിഞ്ഞ ഇപ്പോഴും എത്രയോ യോഗീശ്വരന്മാർ തപസ് ചെയ്യാനായി എത്തുന്ന സ്ഥലമാണ് മരുത്വാമല. തമിഴിൽ മരുന്തുവാഴ്മല എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നു. മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് ഹനുമാൻ സ്വാമിയുടെ ഒരു അമ്പലമുണ്ട്. എൻ്റെ ഓർമ്മയിൽ 15 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ മലയുടെ മുകളിലായി ഹനുമാൻ സ്വാമിയുടെ മുഖം പാറയിൽ കൊത്തിയെടുത്ത രീതിയിലുള്ള ഒരു ശില്പം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന് വല്ലാത്തൊരു ചൈതന്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ശില്പം അവിടെയില്ല. പകരം തകരം കൊണ്ട് നിർമ്മിച്ച ഒരു ഷെഡും അതിനുള്ളിലായി ഹനുമാൻ സ്വാമിയുടെ ഒരു പൂർണ്ണകായ ശില്പവും സ്ഥാപിച്ച് ആ സ്ഥലത്തിൻ്റെ സ്വാഭാവികതയെ നശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നിന്നും നോക്കിയാൽ താഴ്ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭൂപടം വരച്ചു തുടങ്ങുമ്പോഴുള്ള വി ആകൃതി, അത് കഴിഞ്ഞ് ഇടതും വലതും ഭാഗത്തായി നമ്മൾ വരയ്ക്കുന്ന ആദ്യ വളവുകൾ എന്നിവ അതുപോലെ നമുക്ക് കാണാൻ കഴിയും. വടക്ക് വേളിമലയും താടകമലയും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, പടിഞ്ഞാറ് അറബിക്കടൽ, പഴയാർ നദി മണക്കുടിയിലെത്തി കടലുമായി ചേരുന്നതുവരെയുള്ള കാഴ്ചകൾ, മണക്കുടിയിലെ ഉപ്പുപാടങ്ങൾ, തെക്ക് കന്യാകുമാരിയും ഇന്ത്യൻ മഹാസമുദ്രവും
ത്രിവേണി സംഗമവും തിരുവള്ളുവർ പ്രതിമയും വിവേകാനന്ദ പാറയും, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ആര്യവമഴിയിലെ കാറ്റാടിപ്പാടങ്ങൾ എല്ലാം ദൂരക്കാഴ്ചകളാണ്. മുമ്പൊക്കെ രാത്രികളിൽ നമുക്കിവിടെ മലയിൽ തങ്ങാമായിരുന്നു. എന്നാൽ ഇപ്പോൾ പക്ഷേ രാത്രിയിൽ മലയിൽ തങ്ങാൻ അനുവാദം ഇല്ല. കന്യാകുമാരി പോകുന്ന വഴി ആയതിനാൽ ഇവിടെ വരാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും ഒരിക്കലെങ്കിലും ഈ മല കയറി വരണം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും അത്. തിരുവനന്തപുരത്തെ പാറശാല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ട്രെയിനിൽ കയറി കന്യാകുമാരി വന്ന് അവിടെ നിന്നും തിരികെ നാഗർകോവിൽ പോകുന്ന ഒരു ബസ്സിൽ കയറി കൊറ്റേടി എന്ന സ്ഥലത്തിറങ്ങി നടന്ന് മലയുടെ അടിവാരത്തെത്തി അവിടെ നിന്നുമായിരുന്നു ഞാൻ മലകയറ്റം തുടങ്ങിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബസ്സിൽ കയറി നാഗർകോവിൽ വന്ന് അവിടെ നിന്നും കന്യാകുമാരി പോകുന്ന റൂട്ട് നമ്പർ 1 എന്നെഴുതിയിട്ടുള്ള കന്യാകുമാരി ബസ്സിൽ കയറിയും കൊറ്റേടി എന്ന സ്ഥലത്ത് ഇറങ്ങാം.